ഗൈസ് ഇന്നലത്തെ മത്സരത്തിന് ശേഷം നമ്മൾ മാച്ച് റിവ്യൂ എന്ന കണക്കി ഒരു വീഡിയോ ചെയ്തതാണ്. എങ്കിലും ഇപ്പോഴും പലരും ആ ഒരു കുവൈറ്റ് ഖത്തർ മത്സരത്തിന് ശേഷം ഇന്ത്യക്ക് സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത്. കാരണം ഇന്ത്യ നിലവിൽ പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്താണ് 4 മത്സരങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ 4 പോയിന്റുമായിട്ട്. അതേപോലെ അഫ്ഗാനിസ്ഥാനും സെയിം 4 പോയിന്റ് തന്നെയാണ് ഉള്ളത്. എന്നാൽ കുവൈറ്റിന് നോക്കുകയാണെങ്കിൽ 3 പോയിന്റാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് സാധ്യതകൾ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട്. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുവൈറ്റിനെതിരെ നമ്മൾ നടക്കുന്ന മത്സരത്തിൽ വിജയിക്കണം എന്നുള്ളതാണ്. കുവൈറ്റിനെതിരെ നമ്മൾ കുവൈറ്റിൽ പോയി വിജയിച്ചതാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ നിലവിൽ നമ്മളുടെ ടീമിൻ്റെ മുറയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളതെന്ന് എടുത്ത് പറയേണ്ട ഒരു വസ്തുതയാണ്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 6 മത്സരങ്ങൾ പരാജയപ്പെട്ടു. അതിൽ ഓപ്പൺ പ്ലേയിൽ ഒറ്റ ഗോൾ പോലും നേടാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞൊരു മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനോട് നമ്മൾ തോറ്റു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇഗോർ ഷിമാച്ചൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ജൂണിൽ പൊളിക്കും, നമുക്ക് ലോങ് ക്യാമ്പാണ് കിട്ടാൻ പോകുന്നത്, അപ്പോൾ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, മുന്നോട്ട് പോകുമെന്നൊക്കെയുള്ള കാര്യമാണ് പുള്ളി പറയുന്നത്. ഞാനും സ്റ്റിമാച്ചിനെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളിക്ക് ലോങ് ക്യാമ്പ് ആവശ്യമാണ്. അത് ഏത് സമയത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ നമ്മൾ ഖത്തറിനെതിരെയും കുവൈറ്റിനെതിരെയും കളിക്കാൻ പോകുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു കൂടുതൽ ദിവസം നമുക്ക് ക്യാമ്പ് കിട്ടണമെന്നുള്ളതും അതുപോലെ ഏഷ്യൻ കപ്പിൽ നമുക്ക് കുറച്ചും കൂടി ദിവസങ്ങൾ ക്യാമ്പ് കിട്ടണമെന്നൊക്കെയുള്ള തരത്തിൽ സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ചാനൽ കാണുന്നവർക്കൊക്കെ അറിയാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, പുള്ളി ഇപ്പം പറയുന്നത് നമ്മൾ ഇപ്പം ഇത് കുറഞ്ഞ ക്യാമ്പ് ആയതുകൊണ്ടാണ്, ഇനി അടുത്ത ജൂണിൽ നമ്മൾ കൂടുതൽ ക്യാമ്പ് കിട്ടുമ്പോൾ നന്നായിട്ട് കളിക്കുക എന്നുള്ളത്. പിന്നെ പുള്ളി എന്ത് അർഹതയാണ് അപ്പോൾ നാഷണൽ ടീമിൻ്റെ കോച്ചായിട്ടിരിക്കാനുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എപ്പോഴും ഒരിക്കലും ഒരു നാഷണൽ ടീമിൻ്റെ പരിശീലനം ഈ പറഞ്ഞതുപോലെ ഒരു മാസത്തെ ക്യാമ്പ് ഒന്നും കിട്ടില്ല. പുള്ളി വല്ല ക്ലബിൻ്റെ കോച്ചായിട്ട് പോകും. അപ്പം പുള്ളിക്ക് ഫുൾ ടൈം ക്യാമ്പ് കിട്ടിക്കൊണ്ടിരിക്കും. പറയാതിരിക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സെപ്റ്റംബറിലും ഒക്ടോബറിലും മാർച്ചിലും ഒക്കെ കളിക്കുന്ന സമയത്ത് എങ്ങനെ ഏത് രാജ്യത്തെ ഇതിനാണ് ക്യാമ്പ് കിട്ടുന്നത്. അപ്പം ഞാൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് ഇന്ത്യയിലെ പ്ലേയേഴ്സിന് ടാക്ടിക്കലി ഇത് കുറവാണ്, അപ്പോൾ അതിൽ അഡാപ്റ്റ് ആകാനുള്ള സമയം എടുക്കും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മളെക്കാൾ റാങ്കിങ്ങിലൊക്കെ താഴെ നിൽക്കുന്ന നമ്മളെക്കാൾ ഒരുപാട് പ്രശ്നങ്ങളുള്ള ടീമുകൾക്കെതിരെ പോലും നമുക്ക് വിജയിക്കാൻ സാധിക്കാതെ? ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെതിരെ കഴിഞ്ഞ മത്സരം തോറ്റു, അതിന് മത്സരത്തിൽ ഡ്രോ ആയി. മുമ്പ് നമ്മൾ ബംഗ്ലാദേശിനോടും ഡ്രോ ആയിട്ടുണ്ട്, ഈവൻ ശ്രീലങ്കയോട് പോലും ഡ്രോ ആയിട്ടുണ്ട്. ഇതിനൊക്കെ എന്ത് ന്യായീകരണമാണ് നിരത്താനുള്ളത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് വീണ്ടും ഇരുന്നിട്ട് പറയാം ക്യാമ്പ് കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കോ. ഇങ്ങനെ നാഷണൽ ടീമിന് ഇനിയിപ്പോൾ ഫ്യൂച്ചറിലോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വലിയ രീതിയിലുള്ള ക്യാമ്പൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇപ്പം എന്താണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും ഒക്കെ മൊത്തത്തിൽ ഫാൻസ് ഇളകിയിട്ടുണ്ട്. കഴിഞ്ഞൊരു മത്സരത്തിന് ശേഷം ഗുവാഹത്തിയിൽ സ്റ്റിമാച്ച് ഇറങ്ങി പോകുന്ന വഴിയെ സ്റ്റിമാറ്റ് ഔട്ടും അല്ലെങ്കിൽ പുള്ളിക്കെതിരെ തന്നെ ബാനർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അഫ്ഗാനിസ്ഥാൻ പ്ലേയേഴ്സിനെയൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സംഭവിച്ചു. അങ്ങനെ എംബാരസിങ് ആയിട്ടുള്ളതും ഓക്വേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. പക്ഷേ ഫാൻസിൻ്റെ മുറയിൽ നഷ്ടപ്പെടുത്തില്ല, ഈ ടീമിൻ്റെ മാത്രമാണ്. ഇത്രയും ഇന്ത്യൻ ഫുട്ബോളിന് ഒരു പോസിറ്റീവ് ഉണ്ടെന്ന് കരുതി വിശ്വസിച്ച് മത്സരങ്ങൾ കാണുന്ന ഫാൻസിൻ്റെ ഒരു മുറയിൽ നഷ്ടപ്പെടുന്ന തരത്തിലല്ലേ ഇപ്പം ടീം കളിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെന്ന് പറയാൻ പറ്റുമോ? കാരണം നിങ്ങളൊന്ന് ആലോചിക്കുക, ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് നമ്മൾ ജനിച്ചത് കൊണ്ട് ആ ഒരു വികാരമുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഇന്ത്യ എന്ന് പറയുന്ന ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഈ തരത്തിലുള്ള ഒരു അപ്രോച്ച് നടത്തി ഈ തരത്തിലുള്ള വർത്താനം പറയുന്ന സമയത്ത് നമ്മൾ ഏത് തരത്തിലാണ് പ്രതികരിക്കേണ്ടത്? ഏഷ്യൻ കപ്പ് തോറ്റ സമയത്ത് ഞാൻ സ്റ്റിമാച്ചിനെ ഡിഫെൻഡ് ചെയ്ത് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ പെട്ടെന്നൊരു കോച്ചിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ മാർച്ചിലെ റിസൾട്ടുകൾ വളരെ പ്രശ്നമാകുമെന്നുള്ള തരത്തിൽ. പക്ഷേ നിലവിൽ നോക്കൂ, 6 പോയിന്റ് കിട്ടേണ്ട സാഹചര്യത്തിൽ നമ്മൾ കിട്ടിയത് 1 പോയിന്റുമായിട്ടാണ്. അത് അഫ്ഗാൻ പോലെയുള്ള രാജ്യത്തിനെതിരെ അവർ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടായിട്ടുള്ള ടീമാണ്. അത് ആലോചിക്കുക, പല പ്ലേയേഴ്സും ഇല്ലാത്ത സാഹചര്യത്തിൽ അവർക്ക് ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ളൊരു വിജയവും അല്ലെങ്കിൽ 4 പോയിന്റുമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇനി എന്ത് കാര്യത്തിനാണ് ഡിഫെൻഡ് ചെയ്ത്? ഇനി ജൂണിലേക്ക് വേണ്ടി സമയം കൊടുക്കണം, പുള്ളി എങ്ങനെയെങ്കിലും ജയിപ്പിക്കും എന്നുള്ളതാണ്. ഏതാണെങ്കിലും കല്യാൺ ജോബയും AFFന്റെ ടെക്നിക്കൽ കമ്മിറ്റി അംഗങ്ങൾ IM വിജയനൊക്കെ അടക്കമുള്ള ആളുകൾ ഗുവാഹത്തിയിൽ ഉണ്ടായിരുന്നു. അപ്പം അവർ സത്യം പറഞ്ഞാൽ ഈ സ്റ്റിമാച്ചിൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം, ഇപ്പം പ്രത്യേകിച്ച് ടെക്നിക്കൽ കമ്മിറ്റിയാണ്, അവരാണ് ഈ പറഞ്ഞ പോലെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പം അവർ മനസ്സിലാക്കിയിട്ട് ഒരു തീരുമാനം എടുക്കുക. അവരാണ് ഇത് എടുക്കേണ്ടത്. മുന്നോട്ട് ഈ പുള്ളിയെ കൊണ്ടുപോയാൽ എന്തൊക്കെ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പുള്ളിയുടെ ടാക്ടിക്കൽ ബ്രില്യൻസ് എത്രത്തോളമാണ് എന്നുള്ളത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റിൽ പുള്ളിയെ സാക്ക് ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വിയറ്റ്നാം ഇന്തോനേഷ്യക്കെതിരെ ഒരു മത്സരം കളിച്ചു, പരാജയപ്പെട്ടു. സോ വിയറ്റ്നാം ഏത് ലെവലിൽ നിന്ന് ടീമാണെന്ന് അറിയാം. അവർക്ക് ഒരു പരാജയം ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ വന്നപ്പോൾ അവർ ഇമ്മീഡിയറ്റ് ആക്ഷനാണ് എടുത്തത്, അവർ സാക്ക് ചെയ്യുക എന്നുള്ളത്. പിന്നെ എന്തിനാണ് പുള്ളി 5 കൊല്ലമല്ലേ കടിച്ചു തൂങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട്? ഈ തരത്തിലുള്ള ഭയങ്കര കുപ്രസിദ്ധപരമായിട്ടുള്ള തോൽവികളും റിസൾട്ടുകളും കളികളും വരുന്ന സമയത്ത് എന്തിനാണ് ഇനി പിടിച്ച് നിർത്തേണ്ടത് കുവൈറ്റ് മത്സരത്തിന് വേണ്ടിയോ?
നമ്മുടെ ടെക്നിക്കൽ കമ്മിറ്റിയിലുള്ള അംഗങ്ങളൊക്കെ ചില ക്ലബിൻ്റെ മത്സരങ്ങളൊക്കെ തോൽക്കുന്ന സമയത്ത് ക്ലബിനെ പറ്റിയും അല്ലെങ്കിൽ അവരുടെ പ്ലേയേഴ്സിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ വിമർശിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ടെക്നിക്കൽ കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ ഇങ്ങനെ ഒരു മോശം റിസൾട്ട് ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യയെ പറ്റി, ഇന്ത്യയുടെ കോച്ചിനെ പറ്റിയുള്ള കൃത്യമായ കാര്യങ്ങൾ പറയുന്നില്ല? ഇതൊക്കെ വളരെ ചോദ്യചിഹ്നമാണ്. എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ അവരുടെ ഒരു തീരുമാനങ്ങൾ, സ്റ്റിമാച്ചിൻ്റെ തീരുമാനങ്ങൾ എന്ന പോലെ തന്നെ ടെക്നിക്കൽ കമ്മിറ്റിയുടെ തീരുമാനങ്ങളും വളരെ നിർണായകമാണ്. അവർ ക്വിക്കായിട്ടുള്ള ആ ഒരു ഡിസിഷൻ എടുക്കാൻ അതിനാണ് അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അവിടെ ഇരുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. സോ സാക്കിങ് എന്നുള്ളത് അനിവാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ കുവൈറ്റിനെതിരെ ഒരു ലോങ് ക്യാമ്പ് കിട്ടി ആ ഒരു മത്സരം എങ്ങനെയെങ്കിലും ജയിച്ച് അടുത്ത റൗണ്ടിൽ കയറിയാൽ കൂടി ഈ സ്റ്റിമാച്ചിനെ കൊണ്ട് അടുത്ത റൗണ്ടിൽ ഇപ്പം നമ്മൾ ഓസ്ട്രേലിയ അല്ലെങ്കിൽ സൗദി അറേബ്യ, ജപ്പാനോ സൗത്ത് കൊറിയ പോലുള്ള ടീമിനെക്കെതിരെ കൂട്ടിയാൽ കൂടും. അന്നേരവും പുള്ളി പറയാൻ പോകുന്ന ന്യായങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കില്ലേ? പിന്നെ ക്യാമ്പ് കിട്ടിയില്ല, അവരുടെ ബെറ്റർ സൈഡാണ്. സോ എന്തിനാണ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? ഇനിയിപ്പോൾ നമ്മൾ തേർഡ് റൗണ്ടിൽ കയറിയില്ല കയറണ്ട. ഞാൻ പറയുകയാണെങ്കിൽ അടുത്ത ഒരു കോച്ചിന് ഇപ്പം കിട്ടിക്കഴിഞ്ഞാൽ ISL എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇന്ത്യൻ പ്ലേയേഴ്സിനൊക്കെ അറിയാവുന്ന ഏതെങ്കിലും കോച്ചിന് ഇപ്പം നിയമിക്കാം. അല്ലെങ്കിൽ ചിലപ്പം ഉടനെ സമയം കളഞ്ഞു കഴിഞ്ഞാൽ കോച്ചസിനൊക്കെ ക്ലബ്സൊക്കെ എക്സ്റ്റൻഷനൊക്കെ കൊടുത്തിട്ട് ആ ഒരു ലെവലിലേക്കൊക്കെ പോകും. ഞാൻ പറഞ്ഞ ഒരു ഇൻ്ററിംഗ് കോച്ചായിട്ടെങ്കിലും ജൂണിലേക്കെങ്കിലും ഒരു ISL ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിലവിൽ ISL ഉള്ളൊരു കോച്ചിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം ഉണ്ടാകും. ഈ പുള്ളിയെ കൊണ്ട് ഇനി കൂട്ടിയാൽ കൂടെ എൻ്റെ വിശ്വാസമൊക്കെ കംപ്ലീറ്റ്ലി അവസാനിച്ചോട്ടോ. കാരണം ഇങ്ങനെയുള്ള തരത്തിലുള്ള ന്യായങ്ങൾ പറയുന്നു. പുള്ളിയല്ല എന്തെങ്കിലും ഒരു എക്സ്ട്രാ ചെയ്യേണ്ടത്. ആ സമയത്ത് പുള്ളി ടീമിലെ ഇത് കാര്യങ്ങൾ ചെയ്യുന്നു എന്നാൽ അത് ഫിക്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ പുള്ളിക്ക് പറ്റുമോ? അതില്ല. എപ്പോഴും എക്സ്ക്യൂസസ് പറയുന്നു, അതിൻ്റെ പരാതികൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൽ വല്ല അർത്ഥമുണ്ട്. എന്തായാലും പുതിയൊരു കോച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു റൈറ്റ് ടൈം ഇത് തന്നെയാണ്. ഏഷ്യൻ കപ്പ് 24ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെതിരെ വിജയം സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല, ഒരു മത്സരം തോറ്റു. ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ടെക്നിക്കൽ കമ്മിറ്റി ഒരു ഡിസിഷൻ എടുക്കുക, പുള്ളിയെ ഔട്ടാക്കുക. ഏത് തരത്തിലുള്ള ഒരു കോച്ചിനെ ആണെങ്കിലും കൊണ്ടുവരിക, ആരെയാണെങ്കിലും അടുത്ത ജൂണിലേക്ക് വരുമ്പോൾ കൊണ്ടുപോകുക. പുതിയൊരു കോച്ചിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലോങ് ക്യാമ്പിനൊക്കെയുള്ള സമയമുണ്ട്. അൺഒഫീഷ്യലായിട്ടാണെങ്കിലും ഫ്രണ്ട്ലീസ്, ഈവൻ നമ്മുടെ അണ്ടർ 23 ടീമായിട്ടെങ്കിലും 1-2 ഫ്രണ്ട്ലീസൊക്കെ കളിച്ചിട്ട് പോയാൽ മതി, ഒരു അപ്രോച്ച് നടത്തിയാൽ മതി. പുള്ളിയെ കൊണ്ട് ഈ കുവൈറ്റിനെതിരെ എന്തെങ്കിലും സാധിച്ചാൽ പോലും മുന്നോട്ടുള്ള യാത്രയിലൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ലെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. പറഞ്ഞ് വിയർത്ത് കുളിച്ചാകപ്പാട് പ്രശ്നമായി. ഇനി കൂടുതലൊന്നും പറയാനില്ല ഗൈസ്. അപ്പോൾ മറ്റൊരു കാര്യമാണ് നിഷൻ സൈനിങ് ഓഫ്.